നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തുവരുന്നത്. കൈവെട്ട് കേസിൽ 13 വർഷമായി ഒളിവിലായിരുന്ന സവാദ് അറസ്റ്റിൽ. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേസിൽ ഒന്നാം പ്രതിയായ സവാദിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ സംഭവത്തിന് ശേഷം 13 വർഷമായി സവാദ് ഒളിവിലായിരുന്നു. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സവാദായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദ്. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് NIA അടക്കം തുക പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നാണ് സവാദ് പിടിയിലായത്. സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ഇനി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തി. പക്ഷെ സവാദിനെ പിടികൂടാനായില്ല. വൈകിട്ടോടെ സവാദിനെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കുമെന്നാണ് സൂചന. സവാദിനെ കൊച്ചിയിൽ എത്തിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ ബേരത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ പിടികൂടിയത്. ഇവിടെ ആശാരി പണിയെടുത്ത് സവാദ് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി പ്രൊഫസർ TJ ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ട്. തന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിലാണ് സവാദ് പിടിയിലായതെന്നും ഇതിൽ വ്യക്തിപരമായി പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നും TJ ജോസഫ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആളെന്ന നിലയിലാണ് സവാദ് ഒന്നാം പ്രതിയായത്. ആസൂത്രണം നടത്തിയവരും അക്രമത്തിന് ആഹ്വാനം ചെയ്തവരുമാണ് ശരിക്കും മുഖ്യപ്രതികൾ. തന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആളെന്ന നിലയിൽ മാത്രമാണ് നിയമവ്യവസ്ഥയിൽ സവാദ് ഒന്നാം പ്രതിയാകുന്നത്. നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന പൗരൻ എന്ന നിലയിൽ സവാദിന്റെ അറസ്റ്റിൽ സന്തോഷമുണ്ട് എന്നും വ്യക്തിപരമായി താല്പര്യമൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിയമ സംവിധാനത്തെ ആദരിക്കുന്നയാൾ എന്ന നിലയിൽ തനിക്ക് ഈ ഒരു അറസ്റ്റിൽ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 13 വർഷക്കാലം ഒളിവിലായിരുന്ന പ്രതിയെ പിടിച്ചതിൽ നിയമപാലകർക്കും അഭിമാനിക്കാം, അവർക്ക് സമാധാനിക്കാം. ഈ കേസിൽ പ്രത്യേകിച്ച് വ്യക്തി എന്ന നിലയിൽ തനിക്കൊന്നും തോന്നുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം ആസൂത്രകരിലേക്ക് പോയിട്ടില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. അവരിലേക്ക് ചെന്ന് എത്താത്തിടത്തോളം ഇത്തരം സംഭവങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ പടയാളികൾ ആയുധമായി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘമാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാന ബുദ്ധി തടവിലാക്കപ്പെടാത്തോളം സംഭവങ്ങൾ ആവർത്തിക്കുമെന്നും ആശ്വസിക്കാവുന്ന കാര്യം മാത്രമാണ് സവാദിന്റെ അറസ്റ്റ് എന്നും പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.